ഹലോ, ഞാൻ ഉമ്മറാണ്. ഹലോ, ഞാൻ ഉമ്മറ. എനിക്കിന്ന് പള്ളിയിൽ പോകണ്ട. ഞാനിന്ന് കഴിച്ചിട്ട് ഞാൻ കളിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ പഠിച്ചിട്ട് തിന്നും. രാത്രി തിന്ന് ഉറങ്ങും. ഞങ്ങളിവിടെ അല്ല, അകത്താണ് ഉറങ്ങുന്നത്. അതാണ് വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെയാവേ ഫുഡ് തിന്നു കളിക്കുന്ന. ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ കളിക്കുകയാണ്. ഇങ്ങോട്ട് വെക്കും. ഇവിടെ വെട്ടമില്ല. ഇവിടെ വാ. അവിടെ അങ്ങോട്ട് ഇരുന്ന് ഇതാണ്. അങ്ങോട്ടോ? ഇവിടെ വാ. എവിടെയെങ്കിലും ഇങ്ങനെ കളിച്ചിട്ട് കൊടുത്തു കഴിയുമ്പം ഹലോ ഗൈസ്, ഒന്നും തോന്നില്ല. പിള്ളേരെ കൊണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇടണമെന്ന് പറഞ്ഞു. ഇവനെ 2-3 പിള്ളേരുടെ ഇങ്ങനെ വീഡിയോ യൂട്യൂബിനകത്ത് ഇങ്ങനെ കണ്ടേ. മറ്റേ കുഞ്ഞപ്പൻ എന്നൊക്കെ പറയുന്നൊരു മോനുണ്ടല്ലോ, അവൻ്റെ വീഡിയോ എപ്പോഴും ഇവന് ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, ഉമ്മി നമുക്കും അങ്ങനെ ചെയ്യാം. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റേതായ ഒരു ക്രിയേഷൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു ബേസ് ബോർഡ് എടുത്തിട്ട് ഫോണാക്കിയിട്ട്, ഞാൻ ഫോൺ കൊടുക്കത്തില്ല, അങ്ങനെ ഫോൺ അമിതമായിട്ട് ഞാൻ കൊടുക്കത്തില്ല. ഞാൻ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അപ്പം കുഞ്ഞപ്പൻ്റെ വീഡിയോ ഇങ്ങനെ എങ്ങാണ്ട് 1-2 വട്ടം കണ്ടപ്പം അതാണ് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ മോനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവൻ്റെ ആ വീഡിയോ കാണുമ്പോൾ ഒക്കെ അവന് വിളിച്ചതൊന്നും തോന്നില്ല കേട്ടോ. നമ്മുടെ മോനെ പോലെ തന്നെ ഒരു മോനല്ലേ. അപ്പോൾ ആ മോൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞപ്പൻ്റെ വീഡിയോ വെക്കും, കുഞ്ഞപ്പനെ എനിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്കും ഇതുപോലെ വീഡിയോ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫോൺ കൊടുക്കാതെ വന്നപ്പോൾ അവന് വിഷമം വന്നു. അവൻ എന്തോ ഒരു ബേസ് ബോർഡ് പോലത്തെ കട്ടിയുള്ള ബേസ് ബോർഡ് ഉണ്ടല്ലോ, ഈ പെട്ടിയുടെ, അത് മുറിച്ച് ഫോൺ പോലെ ആക്കിയിട്ട്, ഹലോ ഗൈസ്, ഞാൻ ഇവിടെയാണ്, ഇതെൻ്റെ ഇത്തത്താണ്, ഇതെൻ്റെ വാപ്പുമ്മ ആണ് എന്നൊക്കെ പറഞ്ഞ് വാപ്പുമ്മ ആണ് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഓർത്തന്നാൽ ചുമ്മാ രസമല്ലേ, എന്നാൽ അത് ഒരു യൂട്യൂബ് ഇതാക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. ഞാനും സപ്പോർട്ടും പുറകിലുണ്ട്. ഫോണും അങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കത്തില്ല ഞാൻ കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് പള്ളി ഇന്നില്ല, ഇന്ന് അവധിയാണ്. അപ്പോൾ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു വീഡിയോ എടുത്ത് ഇതാക്കാം. മണ്ണിനകത്ത് കളിക്കണ്ട, ഒത്തിരി മണ്ണിനകത്ത് കളിക്കണ്ട. കുറച്ച് നേരം അവന് ചെറിയ 2 വണ്ടിയുണ്ട്. ഒരു വണ്ടി മിഠായിയുടെ കൂടെ ഒരു സൈക്കിൾ കിട്ടിയതാണ്. ഈ ചെറിയ സൈക്കിളുണ്ടല്ലോ, നമ്മൾ ജീരക മിഠായിയൊക്കെ കിട്ടുന്നത്. ഒരു വണ്ടി ഞാൻ മേടിച്ച് കൊടുത്തു അവന്. ഇടയ്ക്ക് ഡിറ്റേഷനും എക്സാമും ഒക്കെ ഇട്ടപ്പോൾ എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കണമല്ലോ. പിള്ളേർ മാർക്ക് മേടിച്ചുകൊണ്ട് ഫുൾ മാർക്കൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ അവന് ആൺപിള്ളേർക്ക് അതല്ല, ഈ വണ്ടികളോടാണല്ലോ ഇഷ്ടം. അന്ന് മേടിച്ച് കൊടുത്തൊരു വണ്ടിയാണത്. അവൻ പറഞ്ഞു എനിക്കൊരു ഗ്രീൻ കളർ വണ്ടി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രീൻ കളർ ഒരു ജീപ്പ് മേടിച്ച്, കുഞ്ഞ് ജീപ്പാണ് കേട്ടോ, അത് 20 രൂപയുടെ ഒരു കുഞ്ഞ് ജീപ്പ്. അവന് അങ്ങനെയുള്ള വണ്ടികളോടാണ് ഇഷ്ടം. വലിയ വണ്ടിയൊന്നും അവന് വലിയ താല്പര്യമില്ല. അപ്പം അവൻ കളിക്കുകയാണ്. പിന്നെ ആ ടിയ എന്നൊക്കെ പറഞ്ഞൊരു മോളുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും അവരുടെ വീഡിയോ ആണ് കാണുന്നത്. പിന്നെ വേറെ പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരുടെ
വീഡിയോ യൂട്യൂബിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ കൂടുതലും കാണുന്ന കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ്റെ വീഡിയോ വെച്ചതാ കുഞ്ഞപ്പൻ്റെ വീഡിയോ വെച്ചതാണെന്നും പറഞ്ഞാൽ അത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അവിടെ ആ കുഞ്ചൂസ് എന്നൊക്കെ കുഞ്ചൂസ് എന്നാണ് തോന്നുന്നു അതിൻ്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ ചുമ്മാ തുടങ്ങിയതാണ്. എങ്ങനെയാകുമെന്ന് മുന്നോട്ട് എല്ലാവരും കാണണം. എൻ്റെ ഉമ്മർ മോനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, പോട്ടെ. അപ്പം ഒരു ഇത് പറയാം, ഇനി വരാമെന്ന് പറയാം, ടാറ്റ ഇടയ്ക്ക് കാണാമെന്ന് പറയാം, എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറയാം. അവൻ കളിയുടെ ഇതാണേ, നേരം സമയം കൊടുത്തതാണ് കളിക്കാൻ. അവന് ഇതുപോലെ മണ്ണിനകത്ത് വണ്ടി ഓടിച്ച് കളിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇന്നിപ്പോൾ 4-ാം തീയതി തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുവാണ്, മിഡ് ടൈം എക്സാം. അപ്പം ഇച്ചിരി നേരം ഇന്നിപ്പം പഠിക്കാനുണ്ട്. പഠിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയാം പരീക്ഷയ്ക്ക് മാർക്കൊക്കെ കിട്ടാൻ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു. പിന്നെ ഇടയ്ക്ക് കാണാമെന്ന് പറയാം, ബൈ എന്ന് പറയാം. ഇവിടെ ഇങ്ങോട്ട് നോക്കി പറ.